നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഹിന്ദുക്കളാവട്ടെ, സിഖുകാർ, ജൈനന്മാർ, മാത്രമല്ല ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ. അതാണ് ഇപ്പോൾ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2014 ഡിസംബർ മാസം 31 മുൻപ് ഇന്ത്യയിൽ എത്തപ്പെട്ടവർ, അത്തരത്തിലെത്തിയവർക്കാണ് ഇപ്പോൾ പൗരത്വത്തിനായിട്ട് അപേക്ഷ നൽകാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്കറിയാം, 2019 ഡിസംബറിലാണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് ലോക്സഭ പാസാക്കിയെടുത്തത്. 2020 ജനുവരി മാസം 10 ഈ നിയമം നിലവിൽ വന്നു. പക്ഷേ ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതാണ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അന്ന് ചട്ടങ്ങൾ രൂപവൽക്കരിച്ചില്ല, അതുകൊണ്ട് നടപ്പാക്കിയില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രക്ഷോഭം, അവർ പറയുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. അത് രാഷ്ട്രീയമായിരിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട വിഷയത്തിൽ. ഇപ്പോൾ CPMൻ്റെ മുൻ നേതാവും മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ KT ജലീൽ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KT ജലീൽ സമൂഹ മാധ്യമങ്ങൾ വെച്ച കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. അത് വായിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്നറിയാം. ഇന്ത്യയെ മറ്റൊരു പാലസ്തീനാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് തുടക്കം കേട്ടോ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കപ്പെടുന്നതോടെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലേക്ക് തള്ളിവിടപ്പെടുന്നത്. 1952 മുൻപ് അത് മുതൽ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് എന്ന സാക്ഷ്യപത്രമില്ലാത്ത മുസ്ലിങ്ങളെ ഒഴിച്ചുള്ള എല്ലാ വിഭാഗക്കാർക്കും, എല്ലാ മതവിഭാഗക്കാർക്കും ആവശ്യമായ രേഖകൾ നൽകി ഇന്ത്യൻ പൗരത്വം നൽകും എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തി ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അതിർത്തികളുണ്ട്, രാജ്യാതിർത്തികളിൽ കൊണ്ടുപോയി തള്ളുകയോ ചെയ്യും എന്നാണ് KT ജലീൽ പറയുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവരുടെ അതിർത്തികൾ അടച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന അഭയാർത്ഥി പ്രവാഹത്തെ തടയും. അതോടെ എന്ത് സംഭവിക്കും? ചെകുത്താനും കടലിനും ഇടയ്ക്കപ്പെട്ട നിസ്സഹായരായവരെ പോലെയാകും ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ എന്നാണ് KT ജലീൽ മാസ്റ്ററിൻ്റെ വാക്ക്. ഭയാനകമായിട്ടുള്ള കൂട്ടക്കൊലയാകും അതേ തുടർന്ന് അതിർത്തിയിൽ അരങ്ങേറുക എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് KT ജലീൽ. 100 ആളുകൾക്ക് സൗകര്യമുള്ള ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിച്ചാലുള്ള സ്ഥിതിവിശേഷം, അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? അവരുടെ ഈ പ്രാഥമികമായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സൗകര്യമില്ലാതെ ജനം വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? പകർച്ചവ്യാധികൾ കത്തിപ്പെടുന്ന ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ കുന്നുകൂടുന്നൊരു സാഹചര്യം ഉണ്ടാകും. വാഗൺ ട്രാജഡിയേക്കാൾ വലിയ ദുരന്തത്തിന് രാജ്യം സാക്ഷിയാകേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് KT ജലീൽ. സ്വന്തമായി ഭൂമിയോ മറ്റ് സ്വത്തുക്കളോ ബിസിനസ് രേഖകളോ ഇവയൊന്നുമില്ലാത്ത ആർക്കും 1952 മുമ്പ് ഇന്ത്യയിലെ താമസക്കാരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അതുണ്ടാക്കിയെടുക്കുവാൻ പ്രയാസമാകും എന്നുകൂടി പറയട്ടെ. നിരാലംബരായ ലക്ഷക്കണക്കിന് മനുഷ്യരാകും പുഴുക്കളെ പോലെ ചത്തൊടുങ്ങുക. തെരുവുകളിൽ പാർക്കുന്നവരും വാടകയ്ക്ക് താമസിക്കുന്നവരും 1 ഇഞ്ച് ഭൂമിയില്ലാത്തവരുമാകും ഈ വിദേശ ചാപ്പ കുത്തി ആട്ടിയോടിക്കപ്പെടുക എന്നുള്ളതാണ്. പോലീസിനൊപ്പം ഈ കുടിയൊഴിപ്പിക്കൽ സംഘപരിവാറുകാർ കൂടി പങ്കാളികളാകുന്നതോടുകൂടി ഉത്തരേന്ത്യ എന്ന് പറയപ്പെടുന്നത് ശരിക്കും ഒരു യുദ്ധക്കളമായി തീരുക തന്നെ ചെയ്യും. BJPക്ക് വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പുള്ള മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നാട് കടത്തുവാനുള്ള വളരെ വലിയൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ കേന്ദ്ര സർക്കാരിൻ്റെ നെറുകെട്ട നീക്കമാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ അരങ്ങേറാൻ പോകുന്നത് എന്നുകൂടി കുറിച്ചു വയ്ക്കുകയാണ്, കുറിച്ചുകൊണ്ടുകൊണ്ട് KT ജലീൽ. ഇന്ത്യ പാക് യുദ്ധകാലത്ത് മനുഷ്യക്കപ്പലായതിനേക്കാൾ വലിയ മനുഷ്യ ഒഴുക്കാകും ലോകത്തിന് കാണേണ്ടി വരിക എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടെ ക്രൂരമായിട്ടുള്ള മുസ്ലിം വംശഹത്യയുടെ ശവപ്പറമ്പായി നമ്മുടെ ഈ രാജ്യം മാറുക തന്നെ ചെയ്യും. കേരളം മാത്രമാണ് സംശയലേശമന്യ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയും നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് CAA നടപ്പാക്കില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുകൂടി KT ജലീൽ പറഞ്ഞു വെക്കുന്നു. വിശുദ്ധ റംസാനിലെ വ്രതാനുഷ്ഠാന നാളുകളിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള BJP സർക്കാരിൻ്റെ കുൽസിതമായിട്ടുള്ള നീക്കം, ആ കുൽസിതമായിട്ടുള്ള നീക്കത്തിനെതിരെ മനുഷ്യ സ്നേഹികളായിട്ടുള്ളവർ മുഴുവൻ രംഗത്ത് വരണമെന്നും, അല്ലെങ്കിൽ കൂട്ടക്കൊലയിൽ ഹിറ്റ്ലറുടെ ജർമ്മനിയെ
ഭാരതം പിന്തള്ളും എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയെ മറ്റൊരു പാലസ്തീനാക്കുവാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള തലക്കെട്ടിൽ ആരംഭിക്കുന്ന കുറിപ്പിൽ നിങ്ങൾ കേട്ടല്ലോ, CAA നടപ്പാക്കിയാൽ ഉത്തരേന്ത്യ ശരിക്കും ഒരു ശവപ്പറമ്പായി മാറും, യുദ്ധക്കളമായി മാറുമെന്ന് തന്നെയാണ് KT ജലീൽ പറയുന്നത്. വംശഹത്യയുടെ ശവപ്പറമ്പായി രാജ്യം മാറുമെന്നാണ് ആരോപിക്കപ്പെടുന്നത്. വംശഹത്യ. CAA നടപ്പിലാക്കുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ രാജ്യാതിർത്തികളിൽ അവരെ തടഞ്ഞ് കൊണ്ടുപോയിട്ട് തള്ളുകയോ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് KT ജലീലിൻ്റെ കണ്ടുപിടുത്തം, പുതിയ കണ്ടുപിടുത്തം. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവരുടെ അതിർത്തികൾ അടച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ അടക്കമുള്ള അല്ലെങ്കിൽ അഭയാർത്ഥി പ്രവാഹത്തെ തടയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയാനകമായിട്ടുള്ള കൂട്ടക്കൊലയാകും അതേ തുടർന്ന് അതിർത്തികൾ അരങ്ങേറാൻ പോകുന്നത് എന്നുകൂടി KT ജലീൽ തൻ്റെ കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ കുറിപ്പിനെതിരെയാണ് അത് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് മുസ്ലിങ്ങളെ മുഴുവനുമായി ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ശ്രീ KT ജലീൽ? 2014 ഡിസംബർ മാസം 31-നോ അതിനു മുൻപോ ഇവിടെ എത്തിയിട്ടുള്ള സിഖ്, പാഴ്സി, ജൈനൻ അടക്കമുള്ളവർക്ക് കൃത്യമായി പൗരത്വം നൽകുന്നു. ഇവിടെ താമസിച്ച് മരിച്ചവർക്ക്, ജീവനോപാധികളുള്ളവർക്ക്, വീടുള്ളവർക്ക്, ഒരിഞ്ച് ഭൂമിയുള്ളവർക്ക് അടക്കമുള്ള മുസ്ലിം അടക്കം ഉള്ളവർ ഇന്ത്യക്കാരായി തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ഒരു വല്ലാത്ത ചോദ്യം ഉയരുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന്. വിമർശനങ്ങളാകാം, ആ വിമർശനങ്ങൾക്ക് അതീതരല്ല ആരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ വിമർശനങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി തന്നെയാണോ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ, അമുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്ത് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഭയാർത്ഥികളായിട്ടോ കുടിയേറ്റക്കാരായിട്ടോ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്ന തീവ്രവാദ മുഖമുള്ളവർ കടന്നു കയറപ്പെടുന്നുണ്ട് എങ്കിൽ അവരെ തടഞ്ഞു നിർത്തേണ്ടതല്ലേ? ആ ചോദ്യം പ്രസക്തവുമല്ലേ? എന്തിനാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം KT ജലീൽ നിങ്ങൾ സ്വയം ചോദിക്കുക. പൗരത്വ നിയമ ഭേദഗതി ആരെയും കൊല്ലാനുള്ളതല്ല. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയപ്പെടുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീവ്രവാദത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചെടുക്കുക എന്നൊരു കർമ്മം, എന്നൊരു ലക്ഷ്യം, അതാണ് നരേന്ദ്രമോദിയും BJP സർക്കാരും മുന്നോട്ട് വെക്കുന്ന പൗരത്വ നിയമ ഭേദഗതി.